പ്രിയ സുഹൃത്തുക്കളെ, നല്ല ഒരു സന്ധ്യ ഏവർക്കും നേരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു ദിവസമാണ്. ഒരു കൊച്ചുകുട്ടി എൻ്റെ മുഖത്ത് നോക്കി ഋഷി എന്ന് വിളിച്ചു. ഋഷി എന്ന വാക്കിൻ്റെ അർത്ഥം എനിക്കറിയാം. സന്യാസവര്യൻ്റെ അല്ലെങ്കിൽ ഋഷികേശൻ ആരെന്ന് ആർക്കറിയാൻ വയ്യാത്ത ഈ കുട്ടിയുടെ ആ ഒരു കൊച്ചു സംസാരത്തിൽ ഞാൻ ചുമ്മാ അതെങ്കിലും ചോദിച്ചു, കുഞ്ഞിൻ്റെ പേരെന്താണ് എന്ന് ചോദിച്ചു. അപ്പം എഫ്രായിം എന്ന പേര് എഫ്രായിം പ്രസാദ് ജോസഫ്. ആ പേരിനകത്ത് ഭയങ്കര അർത്ഥമുണ്ട്. എഫ്രായിം നീ എൻ്റെ വത്സലപുത്രൻ എന്ന ബൈബിളിലുണ്ട്. പ്രസാദ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പ്രകാശമാണ്. അസതോമ സദ്ഗമയ. അങ്ങനെ പ്രസാദിൻ്റെ വാക്കിനടുത്ത് വെളിച്ചം എന്നൊരു വാക്കുണ്ട്. അടുത്തത് ജോസഫ് എന്ന വാക്കിനകത്തും ഭയങ്കരമായിട്ടുള്ള ഒരു നന്മയുണ്ട്. ആ നന്മ എന്താണെന്ന് അറിയാം, എല്ലാവർക്കും അറിയാം. തച്ചൻ, പണിയുന്നവൻ, പണിഞ്ഞെടുക്കുന്നവൻ, അതാണ് ജോസഫ്. ആ തച്ചൻ. ഇതിനാണ് എഫ്രായിം പ്രസാദ് ജോസഫ് എന്ന പേര്. ഞങ്ങളുടെയൊക്കെ നാട്ടിലെ ചെല്ലമ്മ സാർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ബഹുമാനം, സ്നേഹമാണ്. ചെല്ലമ്മ സാറിൻ്റെ കൊച്ചുമകൻ, അല്ലെ വിജയൻ ചേട്ടൻ്റെ മകനാണ്. വിജയൻ ചേട്ടൻ എന്ന് പറയാൻ എനിക്കില്ല, എന്നാലും ആ പേര് പറഞ്ഞു പോയി. അദ്ദേഹത്തിൻ്റെ മകനാണ് പ്രസാദിൻ്റെ മകനാണ് ഞാൻ ഈ പറയുന്ന എഫ്രായിം. ഈ എഫ്രായിമിനെ കുറിച്ച് ഞാനൊരു വാക്ക് പറയുമ്പോൾ എപ്പോഴും ആലോചിക്കുക, എഫ്രായിമിൻ്റെ അമ്മയുടെ പേര് ബിന്നി ഡേവിഡ് എന്നാണ്. ഞാനിത് വെറുതെ പറയുന്നില്ല, എനിക്ക് പറയണം തോന്നുന്നുണ്ട്. പറയണം. ജനിച്ച ദിവസം 24/6/2020 പൂയ നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നത്. ഇതെല്ലാവർക്കും ചിലപ്പോൾ മനസ്സിൽ ഉണ്ടാവില്ല. പക്ഷേ ഈ കുഞ്ഞ് എന്നെ നോക്കി ഋഷി എന്ന് വിളിക്കുകയും വളരെ ചെറുപ്രായം ഋഷഭം എവിടെയെന്ന് ചോദിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലെന്തോ തട്ടി. ചില കുഞ്ഞുങ്ങൾ ചില സമയത്ത് ജനിക്കുകയും ചില സമയത്ത് എത്തുകയും ചെയ്താൽ അവർക്ക് തിരിച്ചറിയാൻ സാധിക്കും. അത് നാരായണത്ത് ഭ്രാന്തൻ്റെയൊക്കെ കവിതയ്ക്കകത്തുണ്ട്. അതിനേക്കാൾ നാരായണത്ത് ഭ്രാന്തനേക്കാൾ മധുസൂദനൻ നായരല്ല, മാമ്പഴം എഴുതിയ, അല്ലെങ്കിൽ മാമ്പഴം എന്നല്ല, ചന്ദനപ്പമ്പരം എഴുതിയ ആളിൻ്റെ കവിതയ്ക്കകത്തും അതുണ്ട്. വയലാറിൻ്റെ വരിക്കകത്തുമുണ്ട്. അതുകൊണ്ട് ഞാൻ ആ കുഞ്ഞിന് എഫ്രായിമിന് എല്ലാ നന്മയും നേരുന്നു. എഫ്രായിം വളർന്നു വരൂ. നീ സമൂഹത്തിൽ എന്തെങ്കിലും നന്മ കൊടുത്തേ പോകുള്ളൂ. പ്രസാദിനും ബിന്നി ഡേവിഡിനും എല്ലാ നന്മകളും. കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരൂ. വളർന്ന് വന്നില്ലെങ്കിൽ എൻ്റെ ശവകുടീരത്തിൽ വന്നിട്ട് താൻ പറഞ്ഞത് തെറ്റായിരുന്നല്ലോ എന്നെന്നോടൊക്കെ പറഞ്ഞുതരും. അവൻ വളരുമ്പം ഞാൻ കാണില്ല, എങ്കിലും ഞാൻ നന്മ നേരുന്നു. നന്മയുടെ ഒത്തിരി നല്ല ദിവസം ഒരു കൊച്ചു കുഞ്ഞിനെ ഞാൻ പരിചയപ്പെടുത്തുന്നു. IF-ൻ്റെക്കകത്ത് പരിചയപ്പെടുത്തുന്ന കുഞ്ഞിൻ്റെ പേരാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ട് ഒരു കുഞ്ഞിനെ എൻ്റെ IF-ൻ്റെക്കകത്ത് പരിചയപ്പെടുത്തുന്നത്. എൻ്റെ മക്കളെക്കുറിച്ച് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. എഫ്രായിം. അതുകൊണ്ട് പ്രസാദ് ജോസഫ്. നല്ല ദിവസം എല്ലാവർക്കും. നല്ല ദിവസം. കുഞ്ഞിനെ കണ്ട സന്തോഷം. എനിക്ക് കുഞ്ഞിനെ കണ്ട സന്തോഷം.